വീട്ടിൽ കെട്ടി വളർത്തുന്നോർക്ക് ഈയൊരു വാക്കിൽ പങ്കില്ല. പേവിസയുള്ളൊരു നായ കടിച്ചാൽ നാട്ടിൽ നല്ല മരുന്നില്ല. പണ്ടൊരു നായ ശല്യം വന്നാൽ നായ പിടുത്തക്കാരുണ്ട്. നായ ശല്യം കൂടി വരുന്നു. ശരിക്കും തായിക്കോളി, ഞമ്മളടുന്ന് വേണ്ട കയ്യും കാലും ഓടിയണ്ട. ഓ, എന്താ പണ്ടാരത്തിന്റെ ഒരു വെയിറ്റ്. മൃഗഡോക്ടറെ ഒന്ന് വരി. മൃഗഡോക്ടറെ എന്ന് വിളിച്ച അയാളൊരു മൃഗാക്കണ്ട. മൃഗഡോക്ടർ പിന്നെ വേറെന്താ വിളിച്ച? മൃഗഡോക്ടർ അല്ല മൂപ്പര്. നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിക്കാണി. മൂപ്പര് ശരിക്കുള്ള രൂപം ഞങ്ങക്ക് കാണാം. നിങ്ങൾ നേരിട്ട് അനുഭവിച്ചോളി. മൃഗഡോക്ടർ അല്ല മൂപ്പര്. ഡോക്ടർ പേര് വേറെ നാറി സർജനോ? വെറ്റിനറി സർജനാണോ പൊട്ട? അയ്യോ അമ്മേ, ഇതൊരു മൃഗാശുപത്രിയാണ്. എന്തിനാ ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട്? എന്താ ഇപ്പൊ പട്ടി കടിച്ചതാണ്. പട്ടി എവിടെ? പട്ടി എവിടെയെന്ന് അറിയില്ല. ഡോക്ടറെ മനുഷ്യന്റെ കാര്യം നോക്കി. പട്ടി ഇറച്ചിയും കടിച്ച് പാഞ്ഞിക്കണ്. എന്തിനാ ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട്? ഇത് മൃഗങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലമാണ്. ആ പട്ടിയെ ചികിത്സിക്കാതെ ഇന്നെ ഉറങ്ങാൻ കഴിയില്ല. ആ പട്ടിക്കെല്ലാതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ഡോക്ടറാണ് ഞാൻ. ഇതിപ്പോ ഇയാൾക്കെന്നെ പേളിക്കാൻ മട്ടാണല്ലോ. ഇത് മൃഗോ ഡോക്ടർ? ആ പട്ടിക്കെങ്ങാനും വല്ലതും പറ്റിയാൽ പിന്നെ ഞാനൊരു പേപ്പട്ടിയാവും, ഓർത്തോ. പട്ടിയുടെ പല്ലിനെന്തെങ്കിലും പറ്റിക്കാണോ? വാ പോയി നോക്കാം. പട്ടിക്കുട്ടാ, ഞാൻ വരുന്നുണ്ടാ. ഓരോരുത്തരും കെട്ടിയെടുത്തോളും. എല്ലാവർക്കും സമാധാനമായല്ലോ. ഇനി വേപ്പട്ടിയാളെ മാതിരി ഇയാളെ പിന്നാലെ പായണം. ഞാൻ കൊറേ നേരം നിങ്ങളെ കാത്തിക്കണേ. ഞാനിപ്പോ ഒരു മീറ്റിംഗിലാ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇപ്പോ. ഒന്നും എനിക്കറിയണ്ട. എന്റെ പ്രശ്നം പരിഹരിക്കണം. എനിക്കിപ്പോ തീരെ നേരല്ല. പിന്നെ വാ. അത്ര തിരക്കുണ്ടാവുന്ന ഇന്ത്യ പ്രസിഡന്റ് ഒന്നല്ലല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലേ? എന്നാ അവിടെ നിക്ക്, ഞാൻ വിളിക്കാം. എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് മതി ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ. ഈ നാട്ടിൽ കൂടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കുകയാണല്ലോ. നാട്ടിൽ കൂടി മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കണത് ഞാനല്ല. ഈ നാട്ടിൽ മുഴുവൻ നായ്ക്കളെ ശല്യാണ്. അതാണ് പ്രശ്നം. ഇന്റെ പ്രശ്നം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളെ മൊത്തം പ്രശ്നം. അതിനെന്ത് പരിഹാരങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്? അതാ എനിക്കറിയേണ്ടത്. ഈ ഇപ്പൊ ചെല്ല്, ഞങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ടേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. തെരുവുനായ്ക്കളെ കൊല്ലാൻ പറ്റില്ലെന്ന് എനക്കറിയില്ലേ. ഈ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളല്ലേ. പത്രമൊക്കെ ഞാൻ വായിക്കലുണ്ട്. നിങ്ങളെ കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ? എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വൈസേ, ഞാൻ പറഞ്ഞ ലൈസൻസിന്റെ കാര്യം. നമുക്ക് പ്രസിഡന്റും കണ്ട് സംസാരിക്കാം. പ്രസിഡന്റ്, ഇവൻ എന്റെ വാർഡിലുള്ളതാണ്. ഇവനൊരു സഹായം വേണം. ആയിക്കോട്ടെ. എന്ത് സഹായം അപ്പൊ ഇവന് വേണ്ടേ? വൈസേ ഇരിക്കേ. എന്താ വൈസേ പ്രശ്നം? പന്നിശല്യം നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ചർച്ച ചെയ്താണല്ലോ. അതെ. അതിനിപ്പോ ഇവനെന്താ വേണ്ടേ? ഇവന് തോക്കിന്റെ ലൈസൻസ് ഉണ്ട്. ഇനി പന്നികളെ വെടിവെക്കാനുള്ള അനുമതിയാണ് വേണ്ടത്. എന്നാ അതിനുള്ള ലൈസൻസ് തരാം. നോക്കിയും കണ്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ. ശല്യമുള്ള പന്നികളെ മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ. ആളുകള് കുലുമാലായിട്ട് ഒന്നാണ്ട് അങ്ങോട്ട് വരാൻ പാടില്ല. പിന്നെ വൈസേ, നിങ്ങൾ നോക്കൂലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഈ പട്ടിശല്യം കൊണ്ട് ആകെ ആൾക്കാരെ ഒന്നാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ എന്നാല്, ഓക്കെ. വൈസേ, നിങ്ങളെ വാർഡിന്നേ ആ പട്ടിശല്യം സംബന്ധിച്ച് ഒരു നിവേദനം വന്നിട്ടുണ്ട്. അൻവറേ, എന്താ നമ്മളതിൽ ചെയ്യാ?
ഡോക്ടറെ നമുക്കിപ്പോ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? പട്ടികളെ കൊല്ലാനുള്ള ഉത്തരവൊന്നും ആയിട്ടില്ലല്ലോ. ഞങ്ങളൊന്ന് കൂടി ആലോചിക്കട്ടെ. പട്ടിശല്യവും പന്നിശല്യവും ഒക്കെ നമ്മുടെ തലയിലാണ്. പ്രാദേശിക സർക്കാരാന്ന പേരും. നമ്മളെ വിഷമം ഇപ്പൊ നമുക്കല്ലേ അറിയുള്ളൂ. മെമ്പറേ 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 അവിടേക്ക് 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 നിങ്ങളെ തെരഞ്ഞ ഞാൻ ഈ നടക്കണതേ. നിങ്ങൾ ഈ തോട്ടുകൂടി പാടത്തുകൂടി ഇങ്ങനെ നടക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് എനിക്ക് കുറെ നേരായി വേപ്പായിക്കളെ പോലെ ഞാൻ ഈ മണ്ടിന്. ഇപ്പൊ ഇതിനെ എന്നെ തെരഞ്ഞെടുക്കണ്? എനിക്ക് ലേശം അർജന്റുണ്ടേ. ഹോ നിങ്ങൾ അതിലും വലിയ പാച്ചിലാണല്ലോ. പേപ്പട്ടി കടിയെ കിട്ടിയ മാതിരി പായിന് തൂറാൻ മുട്ടിക്കണം നിങ്ങൾക്ക്. അവിടെ നിൽക്കും. ഞാൻ നിങ്ങളെ പെരയിൽ കൂടെ ഒക്കെ പോയിട്ടാണ് ഈ വരുന്നത്. ഇപ്പൊ ഇതിന് എന്റെ പേരെ പോയത് എന്തപ്പോ എന്റെ പ്രശ്നം? 4 മണിക്കൂർ തേരാപ്പാറ ഇതിലെ നടക്കണ്ട് ഞാൻ. പിന്നെ ഇജ്ജെന്തിനപ്പോ ആ പേപ്പട്ടിന്റെ കടി കൊള്ളാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയത്? ഇരുപത്തിനാല് മണിക്കൂറും അങ്ങാടി കൂടെ പേപ്പട്ടിയാളെ പോലെ തെണ്ടെടുക്കണ അയാളെ തെരഞ്ഞാ ഇവിടെ ഇരുന്നത്. അതൊക്കെ അവിടെ പോയി തെരഞ്ഞാ മതി. നിങ്ങളും തിരക്കടില്ല, നിങ്ങളെ ഭാര്യയും തിരക്കടില്ല. രണ്ടും നല്ല കോമ്പിനേഷനാ. അതുപോട്ടെ, എന്റെ പ്രശ്നം എന്താ ഈ അത് പറ. ഈ നാട്ടിലെ പ്രശ്നമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ പേപ്പട്ടിന്റെ വിഷയം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് മദ്രസക്കോ സ്കൂൾക്കോ കടകൾക്കോ പോകാൻ പറ്റുന്നില്ല. അതിനൊരു പരിഹാരം വേണം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി. അതിന് പരിഹാരമുണ്ട്. ഇജ്ജ് ചോദിച്ചു നന്നായി. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും പഞ്ചായത്തും ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ വാർഡിലാണ്. അറിയോ എനക്ക്? ഈ പ്രശ്നമൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. പോരെ? പോരാ. ഇവിടുത്തെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത്. നിങ്ങളോട് വന്ന് പറഞ്ഞ ഇന്ത്യയിലാണ് തെറ്റ്. ഇതിലും നല്ലതാ നായ്ക്കളോട് കടിക്കരുത് പറയണതേന്നു. അവിടെ മാറുന്ന അന്നേക്കാളും പറയണേക്കാളും നല്ല ആ പട്ടിയോട് പറയുന്ന. ഓയ് മെമ്പറെ, അല്ല മെമ്പറെ, എന്റെ വീടിന്റെ കാര്യം എന്തായി? ആ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേഗം പോയിട്ട് പഞ്ചായത്ത് പോയിട്ട് ഒപ്പിട്ടല്ല, ഇല്ലെങ്കിലേ അത് ലാപ്സായി പോവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ ഇജ് പത്രമൊന്നും വായിക്കലില്ല. പട്ടികളെ കൊല്ലാൻ പാടില്ല, സംരക്ഷിക്കാനാണ് നിയമം. കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ ശരി.